ഷീജ, ഈ കലോത്സവത്തിൻ്റെ വിവിധ മാനങ്ങൾ, അതിൻ്റെ വിവിധ പ്രത്യേകതകൾ, അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പറഞ്ഞു. ഇനി നാളെ നമ്മളെങ്ങനെയാണ്, നമ്മുടെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്, ഓരോ മുക്കും മൂലയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സമഗ്ര കവറേജ് തന്നെ ആയിരിക്കും അല്ലേ ഷീജ? അജിംഷാദ്, അതിൽ ഒരു തർക്കവുമില്ല. ഓരോ മുക്കിലും മൂലയിലും കൈരളി ന്യൂസിന്റെ പ്രതിനിധികൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആ രീതിയിലാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രധാന വേദി സെൻട്രൽ സ്റ്റേഡിയത്തിലെ MT നിള എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രധാന വേദിയിൽ ഇപ്പോൾ ഏതായാലും ഈ ഒരു നൃത്താവിഷ്കാരത്തിൻ്റെ അവസാനവട്ട ട്രയൽ അവരുടെ ഒരു പ്രാക്ടീസൊക്കെ നടക്കുകയാണ്. ഈ പ്രധാന വേദിയിൽ ഏതായാലും ഈ പ്രധാന വേദിക്ക് തൊട്ടരികിലായി നമ്മുടെ ഒരു കൈരളി ന്യൂസിൻ്റെ പവിലിയൻ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ പ്രധാന വേദിയുടെ ഈ ഇടതുഭാഗത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് പുറത്ത് നമ്മുടെ കൈരളി ന്യൂസിൻ്റെ പവിലിയൻ ഒരുക്കിയിട്ടുള്ളത്. ആ പവിലിയനിൽ നിന്നും നമ്മൾ ഓരോ ബുള്ളറ്റിൻ ഇടവിട്ടും അവിടെ നിന്നും പ്രത്യേക അതിഥികൾ ഉണ്ടാകും. അത് നമ്മോടൊപ്പം ചേരാൻ, അതോടൊപ്പം തന്നെ കലോത്സവത്തിൽ പങ്കെടുത്തവർ അവരുടെ കലാസൃഷ്ടികൾ നമുക്ക് മുന്നിൽ ഒന്നുകൂടി അവതരിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ നിരവധി അതിഥികൾ നമ്മുടെ ഈ പവിലിയനിലേക്ക് എത്തി കൈരളി ന്യൂസിന്റെ ഭാഗമാകും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല ഓരോ വേദിയിലും 25 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഈ 25 വേദികളിലും ആ മത്സരങ്ങളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ ഓരോ മത്സരങ്ങളിലും എത്തുന്ന കുട്ടികൾ, ആ കുട്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത, അതൊക്കെ കൃത്യമായ രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൈരളി ന്യൂസിൻ്റെ പ്രത്യേക സംഘമുണ്ട്, പ്രത്യേക റിപ്പോർട്ടർമാർ ഉൾപ്പെടെയുള്ള സംഘമുണ്ട്. അതിൽ കാസർഗോഡ് നിന്ന് ഇപ്പോൾ അല്പം മുമ്പ് സിജു പറഞ്ഞതുപോലെ തന്നെ സിജു കാസർഗോഡ് നിന്നും ഈ സ്വർണ്ണക്കപ്പിൻ്റെ യാത്ര പുറപ്പെട്ടപ്പോൾ നമ്മോടൊപ്പം ലൈവിൽ അന്ന് ചേർന്നിരുന്നു. ആ സിജു ഇപ്പോൾ കാസർഗോഡ് നിന്നും ഇങ്ങ് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാസർഗോഡ് നിന്ന് സിജു, അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് മേഘ, ഇടുക്കിയിൽ നിന്നും ജോസിൽ, കൊച്ചിയിൽ നിന്നും അർച്ചന, അതിന് പുറമെ തലസ്ഥാന ബ്യൂറോയുടെ നമ്മുടെ പ്രതിനിധികൾ, അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ന്യൂസ് ഫ്ലോറിൽ നിന്നുള്ള നമ്മുടെ അവതാരകർ കൂടി, വാർത്ത വായിക്കുന്ന സംഘം കൂടി നമുക്കൊപ്പം ചേരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ആ രീതിയിൽ വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് നമുക്ക് വളരെ സമഗ്രമായ ഒരുക്കങ്ങൾ. ആ ഒരുക്കങ്ങൾ ഒക്കെയും കലോത്സവത്തെ സമ്പന്നമാക്കാനാണ്. ആ സമ്പന്നത അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാ കോണുകളിലും, എല്ലാ മൂലകളിലും, എല്ലാ വേദികളിലും സൗകര്യങ്ങളുമായി ഞങ്ങളുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേക പൗലിനുണ്ട്. കൈരളി ന്യൂസിൻ്റെ ആ സംവിധാനത്തെ സംബന്ധിച്ച് കൂടിയാണ് ഷീജ വിവരിച്ചത്.